വയനാട് പുനരധിവാസ ഭൂമിക്ക് ഉയർന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ വിധി പറയും. വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഹർജി വിധി പറയാൻ മാറ്റിയത്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സാലി, ഈ ഹർജിയിൽ നാളെ ഹൈക്കോടതി വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആവശ്യം അവരുടെ ഭൂമിയാണ് ഈ ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം പൂർത്തിയായതാണ്, നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം മതിയായതല്ല എന്നുള്ളതാണ് ഈ എസ്റ്റേറ്റ് ഉടമകളുടെ പരാതി. അതായത് 549 കോടി രൂപ വേണം, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 26 കോടി രൂപയാണ്. അതുകൊണ്ട് കൂടുതൽ തുക നൽകാൻ സർക്കാരിന് കോടതി നിർദ്ദേശിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. അതിലേതായാലും വിശദമായ വാദം കേട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹർജി വന്നപ്പോൾ തന്നെ ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് തുടർ നടപടികളായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് സർക്കാരിനോട് കോടതി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് തറക്കല്ലിട കർമ്മവും ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊക്കെ പോയത്. അപ്പോൾ പക്ഷേ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും അതിൻ്റെ തീർപ്പ് എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ നാളെ അതിൽ തീർപ്പ് പറയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ട പോലെ 500 കോടിയിലധികം നൽകുമോ, അതോ സർക്കാർ നിശ്ചയിച്ച 26 കോടിയാണോ കോടതി അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ രാവിലെ തന്നെ അതിൽ ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ തന്നെയാണ് ഹർജി.